അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുരങ്ങുബൊമ്മ എന്ന മൂവിക്ക് ശേഷം നിതിൻ സ്വാമിനാഥൻ ഡയറക്ട് ചെയ്ത് വിജയ് സേതുപതി പ്രധാന കഥാപാത്രത്തിലെത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ഡ്രാമ മൂവിയാണ് മഹാരാജ. ബാർബറായ മഹാരാജയുടെ വീട്ടിൽ ഒരു ദിവസം 3 പേർ കടന്നു കയറി വീട്ടിലെ ലക്ഷ്മിയെ മോഷ്ടിച്ചു പോകുന്നതും അതിന്റെ ഭാഗമായി പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ വരുന്നതും തന്റെ മകൾ തിരിച്ചു വരുന്നതിന് മുമ്പ് ലക്ഷ്മിയെ കണ്ടുപിടിച്ച് തരണമെന്നും പോലീസിനോട് പറയുന്നു. അതോടൊപ്പം ലക്ഷ്മി ആരാണെന്നും അവർ ലക്ഷ്മിയെ കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായി മഹാരാജയും എങ്ങനെ കഥ എക്സ്പ്ലോർ ചെയ്യുന്നു എന്നതുമാണ് സിനിമയുടെ ബേസിക് സ്റ്റോറി ലൈനായി വരുന്നത്. വിജയ് സേതുപതിക്കൊപ്പം ബോളിവുഡ് ഫേമസ് ഡയറക്ടേഴ്സിൽ ഒരാളായ അനുരാഗ് കശ്യപും സിനിമയിൽ വേഷമിടുന്നുണ്ട്. ഇവർക്ക് പുറമെ മമത മോഹൻദാസ്, അഭിരാമി, ഭാരതിരാജ, മുനിഷ്കാന്ത്, നടരാജ സുബ്രഹ്മണ്യം, അരുൾ ദോസ്, ലിസി ആന്റണി തുടങ്ങിയവരും സിനിമയിൽ കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. ഒരേ സമയം 2 കാലഘട്ടങ്ങൾ ഇന്റർകട്ട് ചെയ്തുകൊണ്ടുള്ള നോൺ ലീനിയർ അപ്രോച്ചാണ് സിനിമ കഥ പറയുന്നതിനായി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു രീതി മനഃപൂർവ്വം പ്രേക്ഷകർക്കൊരു കൺഫ്യൂഷൻ തരുമ്പോൾ അതിന്റെ റിവീലിംഗ് പാർട്ടെല്ലാം സെക്കൻഡ് ഹാഫിൽ കാണിച്ചത് കൊണ്ട് തന്നെ അതിനൊരു ഇമ്പാക്ട് വളരെ കൂടുതലായി അനുഭവപ്പെട്ടതായി എനിക്ക് തോന്നി. ആദ്യ പകുതി കൂടുതലായും മഹാരാജയെയും മകളെയും ലക്ഷ്മിയുടെ കഥയുടെ ഇമ്പോർട്ടൻസിനെയും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ലക്ഷ്മിയെ കാണാതായതിനു ശേഷം പോലീസ് സ്റ്റേഷൻ സീനുകളിൽ ഓർഗാനിക്കായി വന്ന കോമിക് റിലീഫിന് ശേഷം ഫസ്റ്റ് ഹാഫിന് മുന്നേയായി സിനിമയുടെ ടോൺ കൂടുതൽ സീരിയസ് ആവുന്ന കാഴ്ചയാണ് പിന്നീട് എനിക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിന് ശേഷം ഈ ഒരു ടോൺ മെയിൻറ്റെയിൻ ചെയ്യുവാനും ക്ലൈമാക്സിനോടടുത്തുള്ള ഇമോഷണൽ ഇമ്പാക്റ്റിനെ ആക്കം കൂട്ടുവാനും ഈ ഒരു ടോണൽ ഷിഫ്റ്റ് സഹായകമായി എന്നാണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ കുറെ കാലങ്ങളായി വിജയ് സേതുപതി ചെയ്തു പോകുന്ന കോമഡി വില്ലൻ ക്യാരക്ടേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ സമയം സ്റ്റിഫും എന്നാൽ ഇന്നസെന്റുമായ മഹാരാജ എന്ന ക്യാരക്ടറിനെ വളരെയധികം നീറ്റായി തന്നെ അദ്ദേഹം പെർഫോം ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. അതേപോലെ തന്നെ വില്ലനായി വന്ന അനുരാഗ് കശ്യപും തനിക്ക് കിട്ടിയ വേഷം മോശമാക്കാതെ തന്നെ പെർഫോം ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. അഭിരാമി, മമത മോഹൻദാസ് എന്നിവർ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോൾ നടരാജൻ സുബ്രഹ്മണ്യം അടക്കമുള്ള ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചതായി എനിക്ക് തോന്നി. ദിനേശ് പുരുഷോത്തമൻ ചെയ്ത സിനിമാറ്റോഗ്രാഫിയും ഫിലോമിൻ രാജിന്റെ എഡിറ്റിംഗും സിനിമയ്ക്ക് ഗുണകരമായപ്പോൾ അജിനേഷ് ലോകനാഥ് ചെയ്ത മ്യൂസിക് BGM ഡിപ്പാർട്ട്മെന്റ് കുറച്ചധികം സ്റ്റാൻഡ് ഔട്ട് ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. ആകെ മൊത്തത്തിൽ ക്ലീഷേ സ്റ്റോറി ലൈനിൽ നിന്നുകൊണ്ട് തന്നെ ഫിലിം മേക്കിംഗ് അല്പം ഡിഫറെന്റ് അപ്രോച്ച് ചൂസ് ചെയ്ത നല്ലൊരു ആക്ഷൻ ഡ്രാമ മൂവി തന്നെയാണ് മഹാരാജ. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.